നമസ്കാരം. ഇപ്പോൾ പോലീസിന് രാജ്യവ്യാപകമായി കള്ളപ്പണം പിടിക്കാനേ നേരമുള്ളൂ. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പോലീസ് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകളാണ് കണ്ടെടുത്തത്. ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും ചാലക്കുടിക്ക് വരികയായിരുന്ന ഒരു ഓടി കാറിൽ നിന്നും 1,92,00,000 രൂപ, അതായത് 1.92 കോടി രൂപയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. BJPയുടെ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റിന്റെ സഹോദരന്റെ കൂട്ടുകാരനെയുമാണ് പോലീസ് കാറിൽ നിന്നും രൂപയോടുകൂടി കസ്റ്റഡിയിലെടുത്തത്. കൊടകര പഞ്ചായത്ത് മെമ്പറും BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റുമായ TV പ്രജിത്തിന്റെ സഹോദരൻ പ്രസീലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രസീലിനോടൊപ്പം പ്രസീലിന്റെ കൂട്ടുകാരനായ കൊടകര സ്വദേശി അർജുൻ കൂടി ഉണ്ടായിരുന്നു. ഇവർ ചെന്നൈയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന വഴിയാണ് പോലീസ് കാറ് പരിശോധിക്കുന്നതിനിടയിൽ, അതായത് വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് കാറ് പരിശോധിക്കുന്നതിനിടയിലാണ് കാറിൽ പരിശോധന നടത്തുന്നതും കാറിൽ നിന്നും 1,92,00,000 രൂപയുടെ കറൻസികൾ കണ്ടെടുക്കുന്നതും. ഇത് അനധികൃത പണം തന്നെയാണ്. പണത്തിന്റെ ഉറവിടം കാണിക്കുവാൻ വേണ്ടി പ്രസീലിനൊപ്പം ഉണ്ടായിരുന്ന അർജുനനോ സാധിച്ചില്ല എന്നുള്ളതിനാൽ കാറും ഈ രണ്ടുപേരെയും പോലീസ് കൈയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണ് ഈ വാർത്തയ്ക്കും അടിസ്ഥാനം. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റായ പ്രജിത്തിന്റെ സഹോദരൻ പ്രസീലിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കാറിലുണ്ടായിരുന്ന 2 യാത്രക്കാരെയും 1,92,00,000 രൂപയും കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നാട്ടിൽ അനധികൃതമായി കഞ്ചാവ് കടത്തൽ, മയക്കുമരുന്ന് കടത്തൽ, രാസലഹരികൾ കടത്തൽ എന്നീ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ കള്ളപ്പണം കടത്തലും ഉണ്ടായിരിക്കുന്നത്. ഈ പണം ഏത് രീതിയിലാണ് ഇവരുടെ കയ്യിലേക്ക് വന്നു ചേർന്നത്, നേരത്തെ പറഞ്ഞതുപോലെ കള്ളക്കടത്ത് നടത്തുന്നതിനോ അഥവാ ലഹരി മാഫിയയുടെ കൈകളിൽ നിന്ന് കിട്ടിയതാണോ എന്നുള്ളതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ചാലക്കുടി മണ്ഡലം പ്രസിഡന്റായ പ്രജിത്തിന്റെ സഹോദരൻ പ്രസീലിന്റെ കയ്യിൽ നിന്നാണ് കാറിൽ വെച്ച് ഇത്രയും അധികം പണം കണ്ടെടുത്തിരിക്കുന്നത്. അനധികൃതമായ ഈ പണം കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.